ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കിഡിലനായിട്ടുള്ള ഒരു പോളിയുടെ റെസിപ്പി കണ്ട് നോക്കിയാലോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്, അതുപോലെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 150 ഗ്രാം ചിക്കന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കായിരിക്കും ഒന്നുകൂടെ നല്ലത്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണ് കോൺഫ്ലവർ ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ കൂടുതലൊന്നും വേണ്ട, വളരെ കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ 2 ടീസ്പൂൺ തന്നെ കോൺഫ്ലവർ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഈ ചിക്കനിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം അതോടെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ടൊരു പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് എല്ലാം കൂടെ ഒറ്റ തവണയായിട്ട് അങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പീസായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഈ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സവാള, ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയൊരു തക്കാളി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വലുതാണെന്നുണ്ടെങ്കിൽ 1/4 പകുതി മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പം ഞാൻ ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയും നന്നായിട്ട് കുക്കായി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെ ഒരു പച്ചമണം കൂടെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, വലിയ പീസായിട്ട് അരിയരുത്, ഇതുപോലെ പൊടിയായിട്ട് അരിയണം. എന്നിട്ട് ആ ഒരു മസാലയിൽ നന്നായിട്ട് ഇത് വഴന്ന് വരണം. ആ ഒരു ക്യാപ്സിക്കൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. അത് കടിക്കാൻ കിട്ടുന്ന രീതിയിലല്ല, നന്നായിട്ട് വഴന്ന് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്യാപ്സിക്കും നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊക്കെ സ്പൈസി ആയിട്ടുള്ള പോളയാണ്, അപ്പോൾ നിങ്ങൾക്ക് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ആയി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ള മസാല അല്ല കേട്ടോ, കുറച്ചൊക്കെ ഒരു നനവുള്ള ടൈപ്പ് മസാലയാണ്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് എത്രയാണോ മല്ലിയില വേണ്ടത് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ബാറ്ററാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഈ ഒരു പോളയിലേക്ക് മാവ് കുഴക്കുക അങ്ങനെയൊന്നുമല്ല, ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ഈസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചൂടാവരുത്, ഇളം ചൂടേ പാടുള്ളൂ. ഒരുപാട് ചൂടായാൽ ഈസ്റ്റ് ഫെർമനൻ്റ് ആയിട്ട് വരില്ല കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ 1 കപ്പ് പാലിന് പകരം നിങ്ങൾക്ക് ഇളം ചൂടുള്ള നോർമൽ വെള്ളം എടുത്താലും മതി കേട്ടോ. പക്ഷേ പാലിലാവുമ്പോൾ ഒന്നൊരു ടേസ്റ്റ് ഉണ്ടാവുക, പാലില്ലെങ്കിൽ അങ്ങനെ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ചൂട് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ടാൽ പൊള്ളാത്ത ചെറിയൊരു ചൂട് അത്രയും മതി കേട്ടോ. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം. ഈസ്റ്റ് നന്നായെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു പോളയും നല്ല ടേസ്റ്റിയായി പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മാവ് നമുക്കൊരു പെർഫെക്റ്റ് സോഫ്റ്റ്നെസ്സിൽ കിട്ടൂല. അപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലേറെ കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. അത് കുറേശ്ശെ ഇട്ടിട്ട് ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ 1 കപ്പ് പാലിലേക്ക് 1 കപ്പ് മൈദ ആ രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിലേറെ മൈദ എടുക്കരുത്. അങ്ങനെ 1 കപ്പ് മുഴുവനായിട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒട്ടും കട്ടയില്ലാണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ആ സോസ് പാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് ആക്കി എടുക്കണം. നമ്മൾ പോള ബേക്കായി വരുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വളരെ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഓയിലാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു പഴയൊരു പാനോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തവയോ ഒക്കെ ഒന്ന് വെക്കുക കേട്ടോ, അത് അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു പഴയൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാൻ വെച്ചിട്ട് ചെറിയ തീയിലിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇട്ട് കൊടുക്കണം, ചെറിയ തീയിലിടണം നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത്. എന്നാലും നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, പരത്തി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ പകുതി ഞാനിതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു തവി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ പരത്തി കൊടുക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പരത്തി കൊടുത്ത ശേഷം നമ്മുടെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ പകുതി അങ്ങനെ മുഴുവനിൽ നിന്ന് പകുതി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. പകുതി എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി പകുതി ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഫില്ലിങ് വരും, മുകളിലും ഫില്ലിങ് വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫില്ലിങ്ങും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പം ബാക്കിയുള്ള ബാറ്ററും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കിയുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് മുകളിലേക്കും ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഈ ഒരു ഫില്ലിങ് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, പിസ്സയുടെ ഡോ ഉണ്ടല്ലോ, പിസ്സയുടെ ആ ബ്രെഡ് പോലെയാണ് ഇത് ഇരിക്കുക. നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന അത്രയും പണികളൊന്നുമില്ല. ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ഗ്രീൻ ഒലീവ്സും അതുപോലെ തന്നെ കുറച്ച് തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്തതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേഷൻ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഡെക്കറേഷൻ വേണ്ട എന്നുള്ളവർക്ക് ഡെക്കറേഷൻ ചെയ്യും വേണ്ട. അപ്പോൾ അതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിൽ കൂടുതൽ വേണ്ടി വരില്ല കേട്ടോ. പിന്നെ ഓരോ ഫ്ലെയിമിനനുസരിച്ച് ചെറിയ മാറ്റം വരും. ചെറിയ തീയിലിട്ടിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 15 മുതൽ 20 മിനിറ്റ് വരെ ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ മാവ് കുഴക്കാതൊക്കെ തന്നെ ഈ ഒരു മാവ് വെച്ച് ഈ ഒരു എന്താ പറയുക ലൂസായിട്ടുള്ള ബാറ്റർ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുത്താൽ തന്നെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഒരു ബേസ് ബ്രെഡിൻ്റെയൊക്കെ ബേസ് പോലെയാണ് നമുക്ക് കിട്ടുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കണ്ടോ, അതൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കമിഴ്ത്തി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് കമിഴ്ത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കമിഴ്ത്തി കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അടിഭാഗം ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ അടിഭാഗവും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനത് കട്ട് ചെയ്യുമ്പോഴൊക്കെ കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ബ്രെഡിൻ്റെയൊക്കെ ബേസ് ഉണ്ടല്ലോ, ഈ കുബൂസ് ബ്രെഡ് അതിൻ്റെയൊക്കെ ബേസിൻ്റെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ച് തയ്യാറാക്കി എടുത്തിട്ടും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.